പൊട്ടിത്തകർന്നാൽ സർവനാശഫലം. അന്ത്യദിന ഹിമാനി അഥവാ ഡ്യൂസ്ഡേ ഗ്ലേസിയർ, അന്റാർട്ടിക്കയിലെ ട്രൈഡ്സ് ഗ്ലേസിയർ എന്നറിയപ്പെടുന്നത് ഭാവിയിലെ സമുദ്രമേഖലയെ വമ്പൻ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാവുന്ന ഒരു വമ്പൻ ജലബോംബാണ് ട്രൈഡ്സ്. സർവനാശമാണ് ഇതുമൂലമുണ്ടാകുന്നതെന്ന് ഗവേഷകർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഹിമാനിയിലേക്ക് ഒരു റോബോട്ടിക് പരീക്ഷണ വാഹനം ഇറക്കി പരിശോധന നടത്തിയിരുന്നു. ഞെട്ടിക്കുന്ന തെളിവാണ് ഈ പരിശോധനയിൽ ഗവേഷകർക്ക് മനസ്സിലായത്. ഹിമാനിക്ക് ശോഷണമുണ്ടെന്ന വസ്തുതയാണ് പഠനത്തിൽ തെളിയുന്നത്. ട്രൈഡ്സിനെ തടഞ്ഞു നിർത്തുന്ന ഒരു വൻ ഐസ് ഷെൽഫ് അഥവാ ഹിമപാളി 5 മുതൽ 10 വർഷത്തിനുള്ളിൽ തകരുമെന്നും ഇത് ലോകവ്യാപകമായ പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കുമെന്ന് 2 വർഷം മുൻപ് ഗവേഷകർ പറഞ്ഞിരുന്നു. ട്രൈഡ്സ് ഹിമപരപ്പിൽ പഠനങ്ങൾ നടത്തുന്ന US, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളിലെ ശാസ്ത്രജ്ഞ സംഘമാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഓരോ വർഷവും 5000 കോടി ടൺ ഹിമം സമുദ്രത്തിലേക്ക് ഈ ഹിമപരപ്പിൽ നിന്നും വീഴുന്നുണ്ട്. എന്നാൽ നിലവിൽ അത് കടൽ നിരപ്പിന് കാര്യമായ വർധനയ്ക്ക് കാരണമാകുന്നില്ല. ലോകത്തെ സമുദ്രജലപ്പ് ഉയരുന്നതിൽ 4% സംഭാവന നൽകുന്നത് ട്രൈഡ്സിൽ നിന്നും കൊഴിഞ്ഞു വീഴുന്ന ഹിമമാണ്. ഹിമപരപ്പിലെ ഹിമസമ്പത്ത് വളരെ കൂടുതലാണ്. ഇതെല്ലാം ഉരുകിയാൽ കടൽ നിരപ്പിൽ വലിയ ഉയർച്ചയ്ക്ക് അത് കാരണമാവുകയും ലോകവ്യാപക പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യും. ലോകത്തിലെ ഏറ്റവും വലിയ വലിപ്പമുള്ളവയിൽ ഒന്നാമനായ ട്രൈഡ്സ് അപകടകാരിയുമായ ഹിമകണികകളിൽ ഒന്നാണ് ചെയ്യുന്നത്. അന്റാർട്ടിക്കയിലെ പടിഞ്ഞാറൻ ഭാഗത്ത് അമുണ്ടസൈൻ കടലിൻ്റെ ഭാഗമായ പൈൻ ബേ ഉൾക്കടലിൻ്റെ സമീപത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ട്രൈഡ്സ് തകർന്നാൽ അന്റാർട്ടിക്കയിലെ മറ്റു ഹിമപരപ്പുകളുടെ തകർച്ചയിലേക്ക് വഴിവെക്കുമെന്നും ശാസ്ത്രജ്ഞന്മാർ കണക്കാക്കുന്നുണ്ട്. ഇത് തുറമുഖങ്ങളും തീരദേശ നഗരങ്ങളുമൊക്കെ ദോഷകരമായി ബാധിക്കും. ഈ ഹിമാനിക്ക് ഈ നൂറ്റാണ്ടിൽ കാര്യമായ കേടുണ്ടാകുന്നില്ലെന്ന് ആണ് നേരത്തെ ഗവേഷകർ വിശ്വസിച്ചിരുന്നത്. ബ്രിട്ടന്റെ ആകെ വിസ്തീർണമുള്ളതാണ് ഈ ഹിമാനി. മൂന്ന് ദശകങ്ങൾക്കിടയിൽ ഇതിൽ നിന്നുള്ള ഹിമത്തിൻ്റെ ഒഴുക്കിൻ്റെ തോത് ഇരട്ടിയിലേറെയായിട്ടുണ്ട്. ഹിമപ്പരപ്പിനെ ഒരു തടയണ പോലെ തടഞ്ഞു നിർത്തുന്ന ഹിമപാളിക്കടിയിലേക്ക് ചൂടുള്ള സമുദ്രജലം കയറുന്നതിനെ തുടർന്ന് ഹിമം ഉരുകുന്നതാണ് ഇതിന് വഴിവെക്കുന്നത്. കൂടുതൽ അളവിൽ ചൂടുള്ള സമുദ്രജലം എത്തുന്നത് തടയണ പോലെ പ്രവർത്തിക്കുന്ന ഈ ഹിമപാണിയെ ദുർബലമാക്കും. ഹിമപാണിയുടെ വിവിധ ഇടങ്ങളിലെ പൊട്ടലുകളും തകരാറുകളും ഉടലെടുക്കുന്നുണ്ട്. ഇതെല്ലാം അടുത്ത ഒരു ദശകത്തിനുള്ളിൽ തന്നെ ട്രൈഡ്സിനെ ഗുരുതരമായി ബാധിക്കുന്ന സംഭവങ്ങളാണ്. ഭാവിയിലെ വലിയ പ്രശ്നങ്ങൾക്ക് സൂചനകളാകാം ഇതെന്ന് വിലയിരുത്തുന്നു. മുൻപെങ്ങുമില്ലാത്ത വിധം ഉപഗ്രഹങ്ങളും മറ്റും ഡേറ്റകളുമൊക്കെ ഉപയോഗിച്ച് ട്രൈഡ്സിനെ ഇപ്പോൾ ശാസ്ത്ര സമൂഹം നിരീക്ഷിക്കുന്നുണ്ട്. എത്തിപ്പെടാൻ ഏറെ പാടുള്ള ഹിമപരപ്പാണ് ട്രൈഡ്സ്. കുറച്ച് ശാസ്ത്രജ്ഞന്മാർ മാത്രമാണ് ഇവിടെ സന്ദർശിച്ചിട്ടുള്ളത്. അന്റാർട്ടിക്കയിൽ വിവിധ രാജ്യങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ബേസുകളിൽ നിന്ന് അകലെ മാറി സ്ഥിതി ചെയ്യുന്നതിനാലും ഈ ഹിമപാനിയുടെ നിരീക്ഷണം പാടുള്ള സംഗതിയാണ്.